ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് ഇന്നൊന്ന് പങ്കുവെക്കാമെന്ന് വെച്ചേ. കാരണം അമ്മച്ചിക്ക് സുഖമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഞാൻ അമ്മച്ചിയുടെ വയ്യാഴിക ഇന്നതാന്ന് പറഞ്ഞ് നിങ്ങളോട് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എന്നും രാവിലെ എൻ്റെ ചേച്ചിമാർ രാവിലെ, അതായത് ഞാൻ വെളുപ്പിനെ എഴുന്നേക്കും അമ്മച്ചിക്ക് മെഡിസിൻ കൊടുക്കാനും അമ്മച്ചിയുടെ കാര്യം നോക്കാനുമായിട്ട്. അപ്പോൾ എന്നും അവർ കറക്റ്റ് 5:30 ആകുമ്പം വിളിച്ചിട്ട് അമ്മച്ചിയുടെ വിവരം തിരക്കുമ്പം ഞാൻ പറയും, അമ്മച്ചി ഞാനും കൂടെ ഒന്നിച്ച് എഴുന്നേറ്റിരിക്കുവാണ്, അമ്മച്ചിക്ക് ഞാൻ മരുന്ന് കൊടുക്കുവാണ്, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുകയെന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ആട്ടോ എൻ്റെ അമ്മച്ചിക്ക് 90ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പം അമ്മയ്ക്ക് ഇതിന് മുമ്പ് ഈ വയ്യാഴിക വരുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഭക്ഷണം നോക്കി കൊടുത്താലും അമ്മ അധികം ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം ജ്യൂസും ഷേക്കും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അമ്മച്ചിക്ക് ശക്കിലിച്ച് 2-3 സ്പൂൺ വെച്ചാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പം എങ്ങനെയായാലും അമ്മച്ചിക്ക് ഈ സോഡിയത്തിൻ്റെ അളവ് അങ്ങോട്ട് കുറയും. എന്നിട്ട് എളുപ്പം അങ്ങോട്ട് പിച്ചും പേയും പറയാ, കിടന്നിടത്തുനിന്ന് എഴുന്നേക്കത്തില്ല, ശരീരം വിറച്ചു പോവുക, നമ്മളെ ആളെ മനസ്സിലാകത്തില്ല. ഈ ഒരു കണ്ടീഷനായിരുന്നു അമ്മച്ചിക്ക് ഇടയ്ക്ക്. അപ്പം നിങ്ങൾക്കറിയാലോ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഡിയം കുപ്പി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇത്രയും, ഞാൻ അതിൻ്റെ അളവൊന്നും പറയുന്നത് ശരിയല്ല. അപ്പോൾ ആ ഒരു സോഡിയം ബോട്ടിൽ, ഏറ്റവും ചെറിയ ബോട്ടിൽ, നിങ്ങൾക്കറിയാം അതെന്തോരോ എങ്ങനെയാണെന്ന്. അതെല്ലാ ഹോസ്പിറ്റലിലും സോഡിയം ഇടത്തില്ല. നമ്മൾ എപ്പോഴും ഇവിടെ തൊട്ടടുത്താണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മഠത്തിൽ. അപ്പോൾ അവിടെ സോഡിയം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് സോഡിയം ഇടുന്നത്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, ചിലപ്പോൾ 3 കുപ്പി സോഡിയം ഒക്കെ അമ്മച്ചിക്ക് പോണത്. ഒരു കുപ്പി സോഡിയം അമ്മച്ചിയുടെ ശരീരത്ത് കയറണമെങ്കിൽ 9 തൊട്ട് 13 മണിക്കൂർ വരെ എടുക്കും ഈ ഒരു ചെറിയ ബോട്ടിൽ സോഡിയം കയറണമെങ്കിൽ. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഞങ്ങൾ ചിലപ്പം പോയി കഴിഞ്ഞിട്ട് 12-13 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് പോരുന്നത്. തിരിച്ചു വീണ്ടും വരും, ഒരാഴ്ച കഴിയുമ്പം വീണ്ടും അമ്മച്ചിക്ക് സോഡിയത്തിൻ്റെ അളവ് കുറയും. എൻ്റെ ഈ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അതിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നല്ല കേട്ടോ, അവസാനം ഇപ്പം അമ്മച്ചിക്ക് സോഡിയം കയറ്റിയിട്ട് ഇപ്പം ഏകദേശം ഒരു 3 മാസമെങ്കിലും ആകാറാവുന്നുണ്ട് അവസാനം ഞങ്ങൾ സോഡിയം കൊടുത്തിട്ട്. അപ്പം എപ്പോഴും അമ്മച്ചിക്ക് സോഡിയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇത് മാറിയത് ഒരു മെഡിസിനോ അല്ലെ മറ്റു സോഡിയത്തിൻ്റെതായ അളവിലുള്ള വേറെ മെഡിസിൻ നമുക്ക് ലക്ഷറിയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഡിയത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് കുറഞ്ഞു പോയി കഴിയുമ്പോഴത്തേന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മക്കുറവ്, നമ്മളെ തിരിച്ചറിയത്തില്ല, ലക്കില്ലാതെ നടക്കുക, പിച്ചും പേയും പറയുക, ഭക്ഷണം കഴിക്കത്തില്ല, തളർന്നൊരിടത്ത് കിടക്കുക. നമ്മൾ ഓർക്കും, എൻ്റെ ഈശ്വരാ, എൻ്റെ അമ്മച്ചി പോയി എന്ന് ഞാൻ ഇങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ വിചാരിച്ച് ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടെന്നറിയാം. അപ്പം ഞങ്ങൾ ലക്ഷോറിൽ ചെന്നപ്പോഴത്തേനും ഈ വിവരം പറഞ്ഞപ്പോഴത്തേനും ലക്ഷോറിലെ ഡോക്ടർ അമ്മച്ചിക്ക് സോഡിയം കുറയുമ്പം കൊടുക്കാനായിട്ടുള്ള മെഡിസിൻ എഴുതി തന്നു. അതായത് ടാബ്ലറ്റ് ആണ്. അത് നമ്മൾ കൊടുത്തു. അതോ ഭയങ്കരം വിലയാണ് ഈ ഗുളികയ്ക്ക്. നമുക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത വിലയാണ് ഗുളികയ്ക്ക്. എങ്കിലും ഞങ്ങൾ അത് മേടിച്ച് കൊണ്ടുവന്ന് അമ്മച്ചിക്ക് കൊടുത്തു. വെറും 7 ഗുളികയാണ് അമ്മയുടെ ശരീരത്തിൽ. എന്നേരത്തേനും ഉണ്ടല്ലോ, ഈ ഗുളിക അമ്മയുടെ ശരീരത്തിന് പറ്റത്തില്ല, എല്ലാവർക്കും പറ്റില്ല. അമ്മയുടെ ശരീരം അങ്ങ് വീർത്ത് വണ്ണം വെച്ച് അങ്ങോട്ട് ചീറി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടും, അതായത് ഭയങ്കരമായിട്ട് നീർക്കെട്ട്. പിന്നെ നമ്മൾ വീണ്ടും ലക്ഷോറിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗുളിക അവിടെ മെഡിസിൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഡോക്ടർ അവിടുത്തെ ബുക്കിൽ നമുക്ക് എഴുതി തന്നു, അമ്മച്ചിക്ക് സോഡിയം കുറയുമ്പോൾ സോഡിയം കുത്തിയിടേണ്ടത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അമ്മച്ചിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് അത്രയും ദൂരം പോകുമ്പോഴത്തേനും ഒന്നാമത് നമുക്ക് വയ്യല്ലോ, അങ്ങനെ കുത്തിയിടുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് വീണ്ടും ഇടയ്ക്കൊരു ദിവസം ലക്ഷോറിൽ പോകേണ്ടി വന്നപ്പം, അന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കുന്നത് ഗംഗാധരൻ ഡോക്ടറെ അമ്മച്ചീനെ കാണിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഡോക്ടറെ മോനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ഫോളോ ചെയ്യേ പറ്റത്തുള്ളൂ. പിന്നെ അമ്മച്ചിയുടെ വേദനയുടെ ഗുളിക ഡോക്ടർ മാറി തന്നു, മോർഫിനാക്കി. ഇതെല്ലാം ചെയ്തിട്ട് എങ്ങനെ നിരാശയോടെ ഇറങ്ങി ഇങ്ങനെ പോരാൻ നേരത്തെ. അപ്പം എൻ്റെ അമ്മച്ചിയുടെ പ്രായം വില്ലേ പോലും ഒരു 80-82 വയസ്സ് കാണും ആ ഒരു അമ്മച്ചിക്ക്. അപ്പോൾ ആ അമ്മച്ചിയുടെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ നിന്ന് അമ്മച്ചിക്ക് എന്നതാ വയ്യാഴി. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് രോഗത്തിനുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഇന്നതുകൊണ്ട് എൻ്റെ നിരാശയും കരച്ചിലും കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ചേച്ചി അവിടെ ഇരിക്കുക, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചേച്ചി, രാവിലെ ഏക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ വെളുപ്പിനെ ഏക്കുന്ന ഒരാളാണ്, അപ്പം എന്തായാലും പറഞ്ഞോളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക്, അതായത് വൈഫിൻ്റെ അമ്മയ്ക്കും ഇതേ പ്രശ്നം തന്നെയായിരുന്നു, സോഡിയം കുറഞ്ഞു പോകുക, ഒരു രക്ഷയില്ലായിരുന്നെന്ന് പറഞ്ഞു. അറിവുകൾ ആര് പറഞ്ഞു തന്നാലും നമുക്കത് വലിയ കാര്യമാണ്. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് നമുക്കൊരു വ്യക്തിക്ക് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളിൽ നിന്നും പറഞ്ഞു കിട്ടുന്ന അറിവോ അല്ലെ പൂർവികരായിട്ട് ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയത്തുള്ളൂ. അപ്പം ഞാനത് ശ്രദ്ധയോടെ കേട്ടിരുന്നു. വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ കാരണവന്മാരുണ്ടാകും, അല്ലെ ആർക്കായാലും നിങ്ങൾ സോഡിയം കുറഞ്ഞു പോയാൽ ഒരു ടെൻഷൻ
കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം ഈ പറഞ്ഞത് ഇപ്പം 3 മാസം കഴിഞ്ഞ് എൻ്റെ അമ്മച്ചിക്ക് കഴിഞ്ഞ ദിവസവും സോഡിയം ചെക്ക് ചെയ്തപ്പോൾ അമ്മച്ചിക്ക് 42 ഉണ്ട് സോഡിയം. എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മച്ചിക്ക് സോഡിയത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ തീരെ കുറഞ്ഞ് 17, 18 കഴിഞ്ഞ് താഴോട്ട് പോകുന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 42 ഉണ്ട്. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മച്ചിക്ക് ഇപ്പം പഴയ കാലങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഇപ്പം ഇതിനെയൊക്കെ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കും. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴഞ്ഞ ഒരവസ്ഥ വന്ന് കിടക്കാറില്ല, ഒന്നുമില്ല. ആ പുള്ളി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 1000 നന്ദി. നിങ്ങൾക്ക് ഒരുപാട് ആയുസ്സും ആരോഗ്യം കിട്ടട്ടെ. എൻ്റെ വിഷമം കണ്ട് എനിക്ക് ഈ ഇത് പറഞ്ഞു തന്നതിനും മറ്റൊന്നുമല്ല. നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് തലേ ദിവസത്തെ നിങ്ങളിത് കൊടുക്കുകയും ചെയ്യരുത്. നമ്മൾ വെളുപ്പിനെ ഒരു 4 മണിക്കോ നിങ്ങൾക്ക് സമയം അനുസരിച്ച് അല്ലെ ഒരു 5 മണിക്കായാലും എഴുന്നേറ്റ് നമ്മൾ അരി കഴുകി അടുപ്പയിലിടുക. അതായത് വെള്ളയരി വേണ്ട കേട്ടോ, വെള്ളയരിയും പച്ചരിയും ഒന്നും വേണ്ട, നല്ല കുത്തരി. നമുക്കായി പേഷ്യൻ്റ് നിങ്ങൾ വെള്ളയരി കഴിക്കുന്നവരാകാം എങ്കിൽ പോലും നമ്മൾ ഈ സോഡിയത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് മാത്രമായിട്ട് നിങ്ങളൊരു ശകലം അരി അടുപ്പയിലിടുക. വെളുപ്പിനെ എഴുന്നേറ്റ് 5 മണിയെങ്കിലും ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കഞ്ഞിവെള്ളം ഊറ്റിയെടുക്കുക. കഞ്ഞിവെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഉപ്പില്ലേ, ഉപ്പ് പൊടി ഒരിക്കലും ചേർക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഉപ്പ് കല്ല് മേടിച്ച് വെച്ചിട്ട് അത് വെള്ളമാക്കി വെച്ച് ഉപ്പ് കല്ല് മേടിച്ചിട്ട് ഒന്ന് കഴുകി അടുപ്പയെ വെച്ച് തിളപ്പിച്ച് അത് വെള്ളമാക്കി ഞാൻ ഭരണിയിൽ ഒഴിച്ച് വെച്ചേക്കുവാണ്. ഈ ഉപ്പ് വെള്ളം ഒഴിച്ച് എൻ്റെ അമ്മച്ചിക്ക് 5:30, അതാ ഞാൻ പറഞ്ഞത് 5:30 ഞാനും അമ്മ ഏറ്റിരുന്ന് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞില്ലേ, 5:30 എഴുന്നേറ്റ് എൻ്റെ അമ്മച്ചിക്ക് ഈ കഞ്ഞിവെള്ളം ഞാൻ കൊടുക്കും. ഉപ്പിടാതെ. എനിക്ക് ഇത്തിരി BP-യുടെ ഒക്കെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം പച്ചമരുന്ന് കഴിച്ചാൽ BP-യുടെ പ്രശ്നമില്ല. എങ്കിൽ പോലും ഞാൻ ഉപ്പ് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഞാൻ ചുമ്മാതെ കഞ്ഞിവെള്ളം കുടിക്കും. ചുമ്മാതെ കഞ്ഞിവെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. പണ്ട് കാലത്തൊന്നും ഈ പറയും പോലെ ഈ സോഡിയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. എല്ലാം പുതുമ വന്നപ്പോഴാണ് പുതിയ പുതിയ രോഗങ്ങളും വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാവേ. അപ്പോൾ അമ്മച്ചിക്ക് ഈ ഉപ്പിട്ട് ഞാൻ ഈ കഞ്ഞിവെള്ളം വെളുപ്പിനെ വെറും വയറ്റിൽ 5:30 ഞാൻ അമ്മച്ചിക്ക് കൊടുക്കും. ചുമ്മാ വെള്ളം ഞാനും കൊടുക്കും. കാരണം എനിക്ക് അമ്മച്ചിക്കായിട്ട് പ്രത്യേകിച്ച് കഞ്ഞി വെക്കേണ്ട. എന്നാന്ന് ചോദിച്ചാൽ രാവിലെ മണിക്കൂട്ടന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് അവന് ചോറ് കൊടുത്തു വിടണം. അപ്പം ഞങ്ങൾ വെള്ളയരി അല്ല താനും ഉപയോഗിക്കുന്നത്, ഞങ്ങൾ കുത്തിരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കഞ്ഞിവെള്ളം അമ്മച്ചിക്ക് ഞാൻ ഇങ്ങനെയാണെങ്കിലും ഈ 5:30 തൊട്ട് ചിലപ്പോൾ ഞാൻ 6:30 വരെ ഇരിക്കുമ്പോഴായിരിക്കും അമ്മച്ചിക്ക് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം പോണത്. എന്നാലും ഞാനത് ക്ഷമയോടെ ഇരുന്ന് ഞാൻ അമ്മച്ചിക്ക് കൊടുക്കും. ഒപ്പം ഞാനും ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണിയും തീരും, എൻ്റെ എക്സസൈസും ഇതിൻ്റെ ഇടയ്ക്ക് തീരും. അമ്മച്ചി കഞ്ഞിവെള്ളം എന്നെ കണ്ണുവെട്ടിച്ച് കളഞ്ഞാലോ എന്നോർത്തുകൊണ്ട് ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് വെച്ചിട്ടാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് എങ്ങനെയാണെങ്കിലും ഞാൻ ആ 1 ഗ്ലാസ് കുടിപ്പിക്കും. അത് കഴിഞ്ഞ് 1.25 മണിക്കൂറിന് ശേഷമാണ് അമ്മച്ചിക്ക് ആ മെഡിസിൻ പോലും കൊടുക്കുന്നത്. വെറും വയറ്റിൽ കഴിക്കാനുള്ള ഗ്യാസിൻ്റെ ഗുളിക പോലും ഇത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഓർത്ത് വെച്ചോണം. അത് കഴിഞ്ഞിട്ടും ഞാൻ ഈ കഞ്ഞിവെള്ളം എടുത്ത് ഭദ്രമായിട്ട് നല്ലൊരു പാത്രത്തിൽ വെച്ചേക്കും. മിക്കവാറും ഞാനിത് സൂക്ഷിച്ച് വെക്കുന്നത് റൈസ് കുക്കറിൽ തന്നെ വെക്കും. അപ്പം ചെറിയ ചൂടോടെ എപ്പോഴും നിൽക്കും ഈ വെള്ളം. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് നീരൊഴിച്ച് ഈ കഞ്ഞിവെള്ളം എൻ്റെ അമ്മച്ചിക്ക് കൊടുക്കും. ദൈവസത്യം, എൻ്റെ അമ്മയാണ് സത്യം. ഈ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെ എൻ്റെ അമ്മച്ചിക്ക് ഞാൻ സോഡിയം ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല. സോഡിയത്തിൻ്റെ ആയ വേറൊരു മെഡിസിനും കൊടുത്തിട്ടില്ല. യാതൊരു പ്രശ്നവുമില്ല. ഇതുപോലെ സോഡിയം കുറഞ്ഞു പോകുന്ന നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം. എന്നാന്ന് ചോദിച്ചാൽ സ്കൂളിലോ അല്ല ജോലിക്കോ പോകുന്നവരുടെ വീട്ടിൽ കഷ്ടപ്പെട്ട് നിങ്ങൾ ഏക്കണ്ടേക്കാലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചോറ് വയ്ക്കും. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാം, ആ പുള്ളിനോട് പ്രത്യേകം പറഞ്ഞു, തലേ ദിവസത്തെ കഞ്ഞോളം പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് കൊടുക്കാമെന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ അന്നന്നത്തെ കഞ്ഞിയുടെ വെള്ളം മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. എത്രയോ നിങ്ങൾക്ക് രൂപ ലാഭം. അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. ഈ കഞ്ഞിവെള്ളത്തിനുള്ള ഒരു ഗുണം, ഒരത്ഭുത മരുന്നാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഏതൊരു അസുഖത്തിനും നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ കൊള്ളാം. BP ഉള്ളവർ മാത്രം ഉപ്പിട്ട് കഴിക്കരുത്. അല്ലാത്ത നിങ്ങൾ ഈ ബെഡ് കോഫിക്കോ അല്ല ചായക്കോ ഒക്കെ പകരം നിങ്ങൾ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ച് ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവും നമുക്ക് കൈവരിക്കും. കഞ്ഞിവെള്ളം കൊണ്ട് അത്രയ്ക്ക് ഗുണമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലല്ലോ. എനിക്ക് ഈ ടിപ്പ് പറഞ്ഞു തന്നെ ആ മനുഷ്യനോട് ഒരുപാട് നന്ദി വീണ്ടും ഞാൻ പറയുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം എനിക്ക് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റ ബൈ ബൈ. ഓക്കെ.